കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റു. ശബരിമലയോടുള്ള വിശ്വാസം തിരിച്ചു സ്ഥാപിക്കുമെന്നും സംഭവിച്ച കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും ചുമതലയേറ്റ കെ ജയകുമാർ പ്രതികരിച്ചു. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ബോർഡിനെ മാറ്റുമെന്നും കെ ജയകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, പുതിയ ഭരണസമിതിയായി കെ ജയകുമാർ IAS പോലെ ഒരു വ്യക്തി തുടങ്ങുന്നു. പ്രത്യേകിച്ച് ഇനി മണ്ഡലകാലം വരാനിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഒരു തീർത്ഥാടന കാലമാണ് ഉറപ്പ് തൻ്റെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം പറഞ്ഞു, അല്ലേ ഷീജ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും അല്പസമയം മുമ്പാണ് കെ ജയകുമാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അദ്ദേഹത്തോടൊപ്പം തന്നെ അംഗമായി അഡ്വക്കേറ്റ് കെ രാജു, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ രാജുവും അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ഓഫീസിലേക്ക് എത്തി ഔദ്യോഗികമായി ഇനി സ്ഥാനമേൽക്കൽ കൂടിയാണ് ബാക്കിയുള്ളത്. ഏതായാലും പ്രധാനമായും കെ ജയകുമാർ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സംസാരിച്ചപ്പോൾ പ്രധാനമായും പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ശബരിമലയോടുള്ള വിശ്വാസം അത് തിരിച്ചു സ്ഥാപിക്കുന്നതായിരിക്കും. സംഭവിച്ച കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി അത് സ്വീകരിക്കുന്നതായിരിക്കും. ഏതായാലും വിശ്വാസം വ്രണപ്പെടില്ല, അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി തന്നെ ബോർഡ് നിലകൊള്ളും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഈ ഒരു ചടങ്ങിൽ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ GR അനിൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ ഓഫീസിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ മുറിയിൽ എത്തി ചുമതലയേൽക്കുന്നതായിരിക്കും. അജിംഷാദ്. ശരി, കെ ജയകുമാർ IAS അങ്ങനെ തിരുവിതാംകൂർ പുതിയ ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റു. കെ രാജുവും അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഷീജ നൽകിയത്.